ഇത് കേട്ടാൽ ഇപ്പൊ ഞാൻ ഓടിപ്പോയി പുടവ് കൊടുത്ത് വിളിച്ചോണ്ട് വരാമെന്ന് തോന്നുമല്ലോ. വേണം, എന്നാലേ ചേട്ടന് തോന്നിയാസം നടപ്പെന്ന് കുറയുള്ളൂ. ഞാനും തോന്നിയാസം നടക്കുന്നു. ഇല്ല, ഞാനൊന്നും ചോദിക്കുന്നില്ല വിചാരിച്ച് എനിക്കൊന്നും അറിയില്ലെന്ന് കരുതണ്ട. എടി, ആളുകൾ വെറുതെ അതും ഇതൊക്കെ പറയണമെന്ന് വെച്ച് വെറുതെ പറയുന്നൊന്നുമല്ല. ചേട്ടൻ ഇന്നലെ ഷാപ്പിൽ വെച്ചാ ഫിലിപ്പോസിനിട്ട് തല്ലിയില്ലേ? അത് ചുമ്മാ കള്ളും പുറത്ത്. ഓ, എല്ലാം അങ്ങനെ അങ്ങ് പറഞ്ഞാ മതിയല്ലോ. എന്താ രാവിലെ പെങ്ങളും ആങ്ങളെയും കൂടെ? ഇവളെന്നെ വരട്ടാൻ വരുന്നു ചേച്ചി. അതിനും ആരെങ്കിലും വേണ്ടേ? ഓ, ഇന്നലത്തെ അടിയുടെ കാര്യമായിരിക്കും. ആ ഫിലിപ്പോസിന് 2 എണ്ണം കൊടുക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുകയായിരുന്നു. അതേതായാലും നന്നായി. ഞാൻ ഉച്ച കഴിയുമ്പോ ഇങ്ങ് വരാമ. അല്ല, ഞാൻ പറയായിരുന്നു, ഗൗരി ചേച്ചി ഇവിടെ വിളിച്ചോണ്ട് നിർത്തിയ എനിക്ക് എന്തിനൊരു കൂട്ടായിരുന്നു. അമ്മായിയാണെങ്കിൽ കൊടച്ചനാട് മോടെടുത്ത് പോയി നിൽക്കാൻ പറ്റില്ല എന്ന് എപ്പോഴും പൊറുപറാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. അവള് പറയണത് നേരല്ലേടാ ശിവ? അത് ഇവളെ കൊള്ളാവുന്നിടത്തിന് ഇവിടെ പറഞ്ഞു വിട്ടിട്ട് അട ചേച്ചി. പിന്നെ ആവട്ടെ എന്റെ കാര്യം, അതല്ലേ അതിന്റെ ശരി. ഒരു കണക്കിന് അതും നേരാ. അതും നേരാ, ഇതും നേരാ. ഇച്ച എന്തിനെങ്ങനെ 2 പക്ഷം പറയുന്നേ? ഞാൻ ഒരു പക്ഷവും പറയുന്നില്ലേ. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അതങ്ങനെ ആയതുകൊണ്ട്. നീ ഇതിന് തീറ്റ കൊടുക്കുന്ന കുറയുന്നുണ്ടോ? ഞാനില്ലേ കാണായിരുന്നു. ആ മണ്ണുമൂട്ടിലെ വേലായുധന്റെ വീട്ടുകാർക്ക് ഒരു ആലോചന ഉണ്ട്. അവർക്കാണെങ്കിൽ പിന്നെ വല്ല കാശിന്റെ ചോദ്യമൊന്നുമില്ല. മണ്ണുമൂട്ടിക്കാർ കൊള്ളാം, പക്ഷെ ഈ വേലായുധം പോരാ. ആള് പാവമാ. എന്നാലും ചന്ദ്രയുടെ കൂടെ നിൽക്കുമ്പം വെറും ഒരു അശു പോലിരിക്കും. ആരേലും വരും. പലരെയും വെച്ച് അന്വേഷിപ്പിക്കുന്നുണ്ട്. ചന്ദ്രി, എന്താ ചന്ദ്രി? എന്താ? കാലത്തൊട്ടേ നമുക്ക് വയറ്റുന്ന സുഖമല്ല. അപ്പോഴേ ഞാൻ പറഞ്ഞതാ വരണ്ടാന്ന്. ഈ ചേറിന്റെ മണം ചിലപ്പോ പിടിക്കാതെ വരും, അതുകൊണ്ട് ഇങ്ങനെ വരും. അവർക്ക് വയ്യാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കിടത്ത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ മത്തി എല്ലാവരുടെയും വേറെ ഈതാക്കുക. എവിടെ നോക്കിയാലും തൂറ്റലും ചെറുതിലും തന്നെ. അല്ല, ഇപ്പൊ ഇതൊന്നും അത്ര വലിയൊരു പ്രശ്നമുള്ള സംഗതിയല്ല. ഓ, പ്രശ്നം ദിവസം 5 കേസ് കുറഞ്ഞത് ഏലിയാസ് ഡോക്ടറെ അടുത്ത്. പണിയാൻ വന്ന പണിയല്ല പട്ടികളെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കണം. ഞാനാണെന്ന് പറയില്ലല്ലേ? നിന്നെ കൊണ്ട് പറയിക്കോടി. അവള് നശിച്ചോ അമ്മായി? ഈ പ്രാന്തുകാരി ഒന്നും ചെയ്യരുത് മോനെ. ഞാനെല്ലാം ചോദിച്ചോളാം. എന്റെ പെങ്ങള് ചീത്തയായോ അമ്മായി? ആരാണവൻ? അത് മാത്രം പറയുന്നില്ല. ഞാൻ ചോദിക്കാവുന്ന അത്രയും ചോദിച്ചു, ചതിക്കാവുന്ന അത്രയും ചതിച്ചു. അത് മാത്രം പറയുന്നില്ല. ഞാൻ പറയൂല, ഞാൻ പറയൂല. നിന്നെ ഞാൻ അറിയും.
പറയടി. പറയാൻ. ആരാ? പറ. ചെല്ലണ്ണൻ. നീ എന്റെ പെങ്ങള്. ഞാനൊന്ന് പറയട്ടെ. എന്തിനാ ചെല്ലണ എന്റെ പെങ്ങളെ പിഴപ്പിച്ചത്? ഞാനല്ലടാ അത് പറഞ്ഞ നീ വെട്ടിയത്. ചെല്ലടാ. എന്നെ വിട്. എന്നെ വിട്. എന്നെ വിട്. വിടാൻ ആരും എന്റെ അടുത്ത് വരരുത്. ഞാൻ ഈ ഇരിപ്പിരിക്കുന്നതാ കുഴപ്പം. കരഞ്ഞാ കരഞ്ഞങ്ങ് തീരും. ചെല്ലമ്മേ, ചെല്ലമ്മേ. ഇത് കുടിക്കൂ. ഭദ്ര കുടിക്ക് ഭദ്ര. പോടാ. എടാ, നീ എല്ലാം കൂടെ അടാ എന്നെ പിടിച്ചു നിർത്തിയത്. ഇല്ലായിരുന്നു പോലീസ് സ്റ്റേഷൻ കാണത്തില്ലായിരുന്നു. എന്റെ അണ്ണൻ അടക്കമെല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു. എത്ര മണിക്ക് ബോഡി കിട്ടി? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് 2 മണിയായപ്പോ കിട്ടി. എന്നിട്ടാണോ എല്ലാം കൂടെ ഇവിടെ കയറി കുത്തിയിരിക്കുന്നത്? അടക്കം കഴിഞ്ഞാലുടൻ എല്ലാ സ്റ്റേഷനിൽ എത്തിക്കണമെന്ന് പറഞ്ഞല്ലേ? അല്ലടാ അങ്ങനെയുടെ അനുജൻ ഇതാ
പെണ്ണുങ്ങളെല്ലാം എവിടെ? അകത്തുണ്ട്. വിളി വിളി, എല്ലാറ്റിനും വിളി. വേണ്ടപ്പെട്ടവരും കണ്ടവരും എല്ലാം വാനിലോട്ട് ഇറക്കോളാൻ പറ. വേറെ ട്രിപ്പ് അടിക്കാൻ ഒക്കത്തില്ല. വെക്കാറ് ഓ വാ. ഞാൻ വരുന്നില്ല. വന്ന് മുഴുവെടുത്തിട്ട് പോരാ. നിങ്ങൾക്ക് അവനെ ഒന്ന് എന്റെ കയ്യിലോട്ട് വിട്ടു തരാൻ പറ്റുമോ? എന്നാ ഞാൻ വരാം. നാളെ രാവിലെ സ്റ്റേഷനിൽ വന്നോളണം. വണ്ടിയൊന്നും വരില്ല. എന്തായി? ഓ, ഇനിയിപ്പ എന്താവാനാ? കണ്ടോ? ആ, ചതച്ചു കാണും. അങ്ങനെയുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും അവനങ്ങ് സങ്കടാ. ഓ, എന്തൊരു... അവനും അറിയാം അങ്ങേരായിരിക്കത്തില്ലെന്ന്. അന്നേരത്തെ ഒരു പെണ്ണിനിയും നേര് പറയുന്നില്ലല്ലോ. ഓ, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? ആള് മാറി കുത്തുകയായിരുന്നു. ആ എന്തിനാ ചെല്ലണ എന്റെ പെങ്ങളെ പഠിപ്പിച്ചത്? ഞാനല്ല ആള് പറയാ നീ എത്തിയത്. ഇനിയെങ്കിലും നിനക്ക് പറഞ്ഞൂടെ മോളെ ആരായിരുന്നു? പറഞ്ഞാൽ ഇനിയും ചോര വീണാലോ അമ്മായി? കഞ്ഞി വിളമ്പി ഇനിയിരുന്ന് തണുത്ത് പാട കിട്ടും. വന്നോളാം. നടന്നു ചെറ്റേ, എന്ത് നടന്നു? ഒന്നും നടന്നില്ല. നടക്കാതിരിക്കുന്നേ ഉള്ളൂ. നിനക്ക് നിന്റെ മറ്റവനെ ചൊല്ലുള്ള ആദ്യമായിരിക്കും. എനിക്കറിയാം. എനിക്കാ എന്റെ അണ്ണം പോയത്.